ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 29th ഡേയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു മാസം ആവാറായിട്ടോ നമ്മുടെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഒരു 90 ഡേയ്സാണ്, ഒരു 30 വെച്ചിട്ട് ഒരു 90 ഡേയ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു തൊട്ടടുത്ത വശത്ത് 30ാമത്തെ ഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മാസം കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു തവണ, അതായത് നമ്മൾ ഈ ഒരു മാസത്തിൽ 2 തവണ ഹെന്ന പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹെന്ന പാക്ക് എന്ന് അതിനെ പറയാൻ പറ്റില്ല, കാരണം അതിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ, മൈലാഞ്ചി പൊടി ആയതുകൊണ്ട് അതിനെ നമുക്ക് ഹെന്ന പാക്ക് എന്ന് വിളിക്കാം. അപ്പോൾ അത് നമ്മുടെ മുടിയുടെ, അതായത് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഏറ്റവും സൂപ്പർബായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് ലെങ്ത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, ഹെയർ റീഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സ്കാൽപ്പിലെ എല്ലാ ഇഷ്യൂസും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് ഷൈനിങ് ആയി കിടക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാക്കും നമ്മൾ ഹെന്ന പോലെ തന്നെ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എഗ് പാക്കാണ് കേട്ടോ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്തിൽ നമ്മൾ 2 തവണ ഹെന്ന പാക്ക് ചെയ്തു, അതുപോലെ തന്നെ 2 തവണയാണ് എഗ് പാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ഹെന്ന പാക്ക് ഇടുന്നത് നമ്മുടെ മുടി നന്നായിട്ട് ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹെയർ റീഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെന്ന മിക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഗ് പാക്കും നിങ്ങൾക്കറിയാമായിരിക്കും, എഗ് പാക്ക് നമ്മുടെ മുടിക്ക് അത്രയ്ക്കും സൂപ്പർബാണ്. നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അതുകൊണ്ടാണ് നമ്മളിത് മന്ത്ലി ടോയ്സ് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്കും നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം പോലെ തന്നെ മുടിയുടെ ഓരോ വകച്ചിലായിട്ട് എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു പാക്കിൽ, അതായത് എഗ്ഗിൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. അതായത് വൈറ്റമിൻ B12 അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മുടിക്ക് നല്ല ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അകാല നരയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ D ഉണ്ട് കേട്ടോ. നമ്മൾ വെയിൽ കൂടാതെ തന്നെ നമുക്ക് വൈറ്റമിൻ D നൽകുന്ന ഒരു ഭക്ഷണം കൂടിയാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പം വൈറ്റമിൻ Dയും വൈറ്റമിൻ B12 ഒക്കെ നമ്മുടെ മുടിക്ക് ആ ഒരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു കളറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു എഗ് പാക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പോഷകങ്ങളൊക്കെ കിട്ടുകയും നമ്മുടെ മുടി നല്ല കറുപ്പോട് കൂടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു എഗ്ഗ് നിങ്ങൾ തലയിൽ മാത്രം യൂസ് ചെയ്താൽ പോരാ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ കൂടിയാണ് നമുക്ക് ആ ഒരു ഗ്രോത്ത്, മുടി നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മുടി കൊഴിയാണ്ടിരിക്കാനും സഹായിക്കത്തുള്ളൂ. അപ്പം വെറുതെ എല്ലാം കൂടി വാരി തലയിൽ മാത്രം തേച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടി ഇതൊക്കെ ഉൾപ്പെടുത്തിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ ഉണ്ടാക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ അകമേ കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിനെ നന്നായിട്ടൊന്ന് ഒരു ഓയിലി ടെക്സ്ചർ ആക്കി, അതായത് ഒട്ടി കിടക്കുന്ന പോലെ ആക്കും. അപ്പോൾ ഡ്രൈ ഹെയറുകാർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് സ്യൂട്ടാകുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ മുടിയെ നന്നായിട്ടൊന്ന് കണ്ടീഷനിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന് അത്യാവശ്യം മുട്ടയ്ക്ക് നല്ല സ്മെല്ലുണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്മെല്ല്
ഒട്ടും പറ്റണില്ല, അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഒട്ടി കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷാമ്പൂ വാഷ് ചെയ്യാം. ചെയ്യാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഷാമ്പൂ വാഷ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാം. എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാനിപ്പം ഓരോ വകച്ചിലായിട്ട് എടുത്ത് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് മുടിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ സ്കാൽപ്പിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ മുടിയുടെ ലെങ്തിലേക്കും കൂടി എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ നെറ്റ് കയറുന്ന സ്ഥലത്തേക്ക് നന്നായിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊരു 30 മിനിറ്റ്സ് ടു 1 hour വരെ വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. വളരെ കുറച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ദിവസം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നാളത്തെ ദിവസം ഓയിലിംഗ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.